അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്കുരുട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇത് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ ഇത് വന്നിട്ട് ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ നല്ലതാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത്. വെറുതെ പുഴുങ്ങി കഴിക്കാം, ഇതിൽ വട ഉണ്ടാക്കാം, അതിൽ കുറേ റെസിപ്പീസൊക്കെ ചെയ്യാം. ഞാനും കുറേ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്നിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്കുരുട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് മാറ്റണം. ഇതുപോലെ പീലർ ഉണ്ടെങ്കിൽ അത് വെച്ച് മാറ്റാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് സ്കിന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സ്കിന്ന് മുഴുവനും മാറ്റിയെടുക്കാം. സ്കിന്ന് വളരെ കട്ടിയുള്ളതൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള കൂടെ ഞാൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കത്തി കൊണ്ട് ഇതിൻ്റെ സ്കിന്ന് മാറ്റാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയും മാറ്റാം. എന്നുവെച്ചാൽ ഇതിൻ്റെ സ്കിന്ന് വന്നിട്ട് തീരെ കട്ടിയുള്ളതല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെത്തിക്കളയുമല്ലോ സാധാരണ. അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. ഇതിൻ്റെ സ്കിന്ന് കട്ടിയില്ലാത്തതാണ് തീരെ. അങ്ങനെ എളുപ്പമാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്തോളൂ. പിന്നെ സാധാരണ എല്ലാത്തിനും ഈ മധുരക്കിഴങ്ങ് വേവിച്ചിട്ട് തൊലി കളയാണ് പതിവ്. പക്ഷേ ഈ റെസിപ്പിക്ക് നമുക്ക് പിന്നെ ഇങ്ങനെ ചെയ്യാം. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. വേകാനായിട്ട് അധികം സമയമൊന്നും പിടിക്കത്തില്ല. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഒന്ന് കട്ട് ചെയ്യണം. സാധാരണ മെഴുക്കുവരട്ടി കൂടുതൽ കനം വേണ്ട, കനം കുറച്ചിട്ട് കട്ട് ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഓരോരുത്തർ കട്ട് ചെയ്യുന്ന ഓരോ രീതിയിലാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സൗകര്യമാണ്. ചിലർ കട്ടിങ് ബോർഡ്, ചിലർ കയ്യിൽ വെച്ച് തന്നെ കട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ വലിയ കിഴങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ 2 പീസാക്കി ഇങ്ങനെ ഇടാം കേട്ടോ. വലിയ കിഴങ്ങാണ്, ഇതിപ്പോൾ ചെറുതാണ്, അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അങ്ങനെയും ചെയ്തിടാം. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം നല്ല രീതിയിൽ കഴുകിയിട്ട് പിന്നെ അതിൻ്റെ സ്കിൻ മാറ്റി വീണ്ടും കഴുകി, ഇനി വേണമെങ്കിൽ ഇനിയും കഴുകിയിട്ട് നമുക്ക് എടുക്കാം. വെച്ചാൽ ഈ കിഴങ്ങിൽ പുറത്തൊക്കെ ശരിക്കും ചെളിയൊക്കെ പിടിച്ചിരിക്കും. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ കെമിക്കൽസ് ഒന്നും ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ടേ നമ്മളിപ്പോൾ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നു. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനോ പിന്നെ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പക്ഷേ നമുക്ക് അളവ് കുറവായിട്ടുള്ളൂ. ഒരു 1/4 കിലോയിൽ കുറച്ചാണ് ഞാൻ എടുത്തത് ഈ സ്വീറ്റ് പൊട്ടറ്റോ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നു. ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നിങ്ങൾ മറ്റ് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നോക്കി ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതൊക്കെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഈ കിഴങ്ങിന് ചെറിയൊരു മധുരം കാണും. ശർക്കര ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ. കുറച്ചുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്തോളാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. ഇനിയിപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്.
പിന്നെ വന്നിട്ട് കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ വെന്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ചേർക്കാം. തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതി, കൂടുതൽ വേണ്ട. അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ടോ, നല്ല രീതിയിൽ ആ വെള്ളമൊക്കെ വറ്റിയപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ മുളക് പൊടി വന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു. നിങ്ങൾക്ക് ഇത് കുറച്ച് ഒരു പകുതി വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം എനിക്ക് വന്ന് ഇതൊക്കെ നേരെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് മതി എല്ലാം കൂടെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് പോലും വേണ്ട. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. അതുപോലെ കട്ട് ചെയ്യാനും വളരെ പാടൊന്നുമില്ലല്ലോ. ഓക്കെ. ഉണ്ടോ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള മെഴുക്കുവരട്ടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും. പെട്ടെന്ന് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല, ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരു പൊട്ടറ്റോ ആണ്. സാധാരണ നമ്മൾ പൊട്ടറ്റോ ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ പറയും. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെയല്ല. ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മൾ ഡയബറ്റിക് പേഷ്യൻറ്റിന് വരെ അത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.